ഹായ് ഹലോ ബെനീസ് വ്ലോഗ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോ സെഹ്യോൻ മിസ്റ്റ് റിസോർട്ടിലെ താമസത്തിനിടയിൽ നമുക്ക് ഒരു ഫ്രീ ബ്രേക്ക്ഫാസ്റ്റും ഒരു കുട്ടവഞ്ചി റൈഡുമാണ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ അതിനടുത്തുള്ള ഈ സെഹ്യോൻ മിസ്റ്റ് റിസോർട്ട് കഴിഞ്ഞിട്ട് ഒരു 2.6 കിലോമീറ്റേഴ്സ് അകലെയുള്ള KPM ഫുഡ് കോർട്ടിലാണ് അത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമ്മൾ അവിടുത്തെ കാഴ്ചകളാണ് കാണുന്നത്. ഇവിടെ ഇങ്ങനെ ഈ സ്വിറ്റ്സർലൻഡിലെ ഫേമസ് ആയിട്ടുള്ള സ്ഥലമായിട്ടുള്ള ലൗട്ടർബേണിൽ ഇതുപോലെയുള്ള വെള്ളച്ചാട്ടമുണ്ട്. മുകളിൽ നിന്ന് വെള്ളം വീണ് താഴെ മഴവിൽ വിരിയുന്നൊരു കാഴ്ചയാണ്. നമ്മൾ അവിടുത്തെ കുട്ടവഞ്ചി ഓരോ ബാച്ചായിട്ട് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് കാണുന്നത്. ഇവിടുത്തെ കുട്ടവഞ്ചി യാത്രയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ മീനിൻ്റെ സാന്നിധ്യമാണ്. ഇതുപോലെ നമ്മുടെ കുട്ടവഞ്ചിക്ക് ചുറ്റും ഇങ്ങനെ ഇവർ ഭയങ്കരമായിട്ട് ഇങ്ങനെ നടക്കുകയാണ്. അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു സവിശേഷത എന്ന് പറഞ്ഞത്. എനിക്ക് തോന്നുന്നു മറ്റുള്ള സ്ഥലത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇതുപോലെ ഇങ്ങനെ മീനുകളുടെ ഒരു ധാരാളിത്യം കൊണ്ട് നമ്മൾ കൈ വെച്ചു കൊടുത്താൽ ഇങ്ങനെ മീനുകൾ ഇങ്ങനെ കൂട്ടമായിട്ട് വരുവാണ്. നമ്മുടെ കയ്യെ വന്ന് തട്ടി അവർ മീൻ പിടിക്കരുതെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ വരുമ്പോൾ കൈ വെക്കുമ്പോൾ വേണേൽ നമുക്ക് കിട്ടും, പക്ഷേ അത് അവന് തെന്നിപ്പോകുന്നുണ്ട്. പക്ഷെ നമുക്ക് വേണമെങ്കിൽ ഒന്ന് പിടിച്ചെങ്കിൽ പൊക്കാം, നമ്മുടെ കയ്യിലേക്ക് വരത്തില്ല. പക്ഷെ അവർ മീൻ പിടിക്കരുതെന്നും പറഞ്ഞ് അവിടെ ഇൻസ്ട്രക്ഷൻ വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു പറ്റമായിട്ട് 2-3 കൊട്ടവഞ്ചി ഉണ്ടെങ്കിൽ പോലും എല്ലാത്തിൻ്റെയും കൂടെ ഇങ്ങനെ പോകാൻ വേണ്ടിയിട്ടുള്ള അത്രയ്ക്കും മീനുകൾ ഇതിനകത്തുണ്ട്. നമ്മളിനി ഇപ്പോഴാണ് നമ്മൾ ഈ സെഹ്യോൻ മിസ്റ്റ് റിസോർട്ടിൽ നിന്ന് പതിയെ വഴിയിലേക്ക് ഇറങ്ങുകയാണ്. റൈറ്റ് സൈഡാണ് വാഗമണ്ണ്. നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ടൊരു 12 കിലോമീറ്റർ വരുമ്പോഴാണ് നമ്മുടെ ഈ സെഹ്യോൻ മിസ്റ്റ് എന്നുള്ള റിസോർട്ട് വഴി ഇടതുവശത്തായിട്ട് കാണുന്നത്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇറങ്ങി സെഹ്യോൻ മിസ്റ്റ് റിസോർട്ടിൽ നിന്ന് ഇറങ്ങി ഇടത്തേക്ക് പോവുകയാണ്. ഇടത്തേക്ക് പോകുമ്പോഴാണ് ഉപ്പുതറയ്ക്കുള്ള റൂട്ടാണ്. നമ്മൾ ഈ റൂട്ട് കുറച്ച് മുന്നോട്ട് വരുമ്പോഴത്തേനും ഒരു ചെറിയ ജംഗ്ഷനിലെത്തുന്നുണ്ട്. ഇവിടുന്ന് ഇടതുവശത്തേക്ക് പോയാൽ കോട്ടമല, വലതുവശത്തേക്ക് ഉപ്പുതറ. ഈ കോട്ടമല ഭാഗമാണ് MMJ പ്ലാന്റേഷൻ്റെ എസ്റ്റേറ്റൊക്കെ ആയിരുന്ന സ്ഥലം. നമ്മൾ നാളെ അവിടെയാണ് ഈ ഓഫ് റോഡിന് ആ റൂട്ട് വഴിയാണ് അങ്ങോട്ട് പോകണത്. ഇതാണ് KPM എന്നുള്ള. നമ്മൾ തലേദിവസം വൈകുന്നേരം ഇവിടുത്തെ ഈ ലൈറ്റിംഗ് ഒക്കെ ഒന്ന് കാണാൻ വേണ്ടി ഞങ്ങൾ വന്നിരുന്നു. അപ്പം നമ്മൾ അതിൻ്റെ കുറേ ഭാഗങ്ങളും പിന്നെ പിറ്റേ ദിവസം രാവിലെയാണ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റും ഈ കൊട്ടവഞ്ചി റൈഡൂടെ നടത്തിയത്. അപ്പോൾ ഇത് രണ്ടിൻ്റെയും കൂടെ ആ ഒരു ഇലിമിനേഷൻ്റെ ഒക്കെ ഇതോടെയൊക്കെ ഒന്ന് ആൾക്കാർക്ക് കാണാൻ വേണ്ടി നമ്മൾ ഇടയ്ക്ക് അത് ഇടുന്നുണ്ട്. അവസാനം കുറച്ച് ഭാഗം തലേ ദിവസത്തെ ഇടുന്നുണ്ട്. ഇതാണ് അവിടുത്തെ ഫുഡ് കോർട്ട് എന്ന് പറയുന്നത്. ഞങ്ങൾ ആഹാരം എല്ലാം കഴിച്ച് കഴിഞ്ഞാണ് ചുമ്മാ വീഡിയോ ജസ്റ്റ് ഒന്ന് എടുത്തത്. ഇവിടെ തന്നെ ആ ഫുഡ് കോർട്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഈ വെള്ളച്ചാട്ടം നമുക്ക് മുകളിൽ നിന്ന് താഴോട്ട് വീഴുന്ന കാണാം. ഇത് പക്ഷേ ആർട്ടിഫിഷ്യലാണ്. ലൗട്ടർബേണിലുള്ള ഇതുപോലെ മുകളിൽ നിന്ന് ഒഴുകി വരുന്നത് അത് അവിടെ മുകളിൽ മുഴുവൻ ഇങ്ങനെ മഞ്ഞ് വീണ് ഉറഞ്ഞു കിടക്കുന്നത് മെൽറ്റ് ചെയ്ത് വീഴുന്ന വെള്ളമാണ്. അത് ഇങ്ങനെ തോട് പോലെ താഴെ വീണ് അവിടുന്ന് ചെറിയ തോടുകൾ പോലെ ഒഴുകി പോവാണ്. നമ്മൾ ലൗട്ടർബേണിൻ്റെ വീഡിയോ നമ്മളുണ്ട്, അത് നമ്മൾ ഇട്ടിട്ടില്ല, ഇടാൻ പോകുന്നേ ഉള്ളൂ. അത് സ്വിറ്റ്സർലൻഡിൻ്റെ ലോകത്തിലെ തന്നെ ഏറ്റവും നല്ലൊരു മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ് ലൗട്ടർബേൺ. അതിനെ ഏതാണ്ട് ഓർമ്മിപ്പിക്കുന്ന ഒരു പിന്നെ ഈ സീനാണ് ഇപ്പം നമ്മളിവിടെ കണ്ടത്. ഇപ്പം നമ്മൾ ഈ കൊട്ടവഞ്ചിയിട്ട് അങ്ങോട്ട് പോവുകയാണ്. അവിടെ ക്ലിയറായിട്ട് ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട് മീനെ പിടിക്കരുതെന്നുള്ള. ഇവിടെ ഒരു ചെറിയ ജെട്ടി പോലെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. കുറച്ച് ഈ ഡ്രം അടിയിൽ ഇട്ട് അതിന് മുകളിലാണ്. ഇവിടെ നിന്നാണ് സ്റ്റാർട്ടിംഗ് പോയിന്റ്. നമ്മൾ കയറി ഇരിക്കുമ്പോൾ തന്നെ ഈ നിറയെ മീനുകൾ ഇവിടെ നമ്മുടെ കുട്ടവഞ്ചിക്ക് ചുറ്റും വരുന്നുണ്ട്.
ഈ കൊട്ടവഞ്ചിയിലൊരു തുഴയാനോട് ഒരാൾ കാണും. അതുകൂടാതെ നമ്മൾ ഈ ഇവിടുത്തെ നമ്മൾ റേറ്റ് എന്ന് പറയുന്നത് ഒരാൾക്ക് 150 രൂപയാണ് കൊട്ടവഞ്ചിയിൽ പോകാൻ വേണ്ടി. അത് നമ്മൾ ഈ സെഹ്യോൻ മിസ്ട്രിയിൽ നിന്ന് വരുവാണെങ്കിൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ഈ കൊട്ടവഞ്ചി റൈഡും നമുക്ക് ഫ്രീ ആണ്, കോംപ്ലിമെൻ്ററി ആണ് അവരുടെ. അതുപോലെ തന്നെ ഇവിടെ ഈ കുട്ടികളുണ്ടെങ്കിൽ ഊഞ്ഞാലുണ്ട്, പിന്നെ ഡാൻസ് ചെയ്യാനുള്ള ഒരു വലയൊക്കെ ഇട്ടുള്ള ഒരു സ്ഥലമുണ്ട്. പിന്നെ അതിലൂടെയൊക്കെ നടക്കാനും എല്ലാം രസകരമായിട്ടുള്ള അപ്പുറം കണ്ട് അത് ആ സൈഡ് വഴി അങ്ങനെ നടന്ന് അവിടെ ചെറിയൊരു ബ്രിഡ്ജ് പോലത്തെ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു രസകരമായിട്ടുള്ള സ്ഥലമാണ്. സമയം പോകുന്ന അറിയില്ല. അപ്പം ഇത് അവിടുത്തെ താമസക്കാർക്ക് വളരെ നല്ലൊരു സമ്മാനമാണ് ഈ സെഹ്യോൻ മിസ്റ്റുകാർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഇവിടെ വന്നു കഴിയുമ്പോഴാണ് ആ കൊട്ടവഞ്ചി റൈഡിൻ്റെ ഒരു രസം നമുക്ക് ക്ലിയറായിട്ട് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പം തന്നെ നമുക്ക് കാണാം വളരെയധികം മീനുകൾ ഇങ്ങനെ നടപ്പുണ്ട്. എനിക്ക് 100 കിലോ കൂടുതൽ വെയിറ്റ് ഉണ്ട്, എന്നാലും ഞാനും കൊട്ടവഞ്ചി യാത്ര നടത്താമെന്ന് വെച്ചു. അപ്പോൾ ഞാൻ കൊട്ടവഞ്ചിയിൽ ഞങ്ങളുടെ ഒരു യാത്രയുടെയാണ് ഇപ്പം കാണിക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ ഞങ്ങളുടെ ഈ സെഹ്യോൻ മിസ്റ്റിലെ അവിടുത്തെ ഒരു ക്ലീൻ ചെയ്യുന്നൊരു പയ്യനും അതിൻ്റെ ഒരു കൊച്ചും കൂടി ഞങ്ങളുടെ കൂടെ കൂടിയിട്ടുണ്ട്. മീനുകളിങ്ങനെ മത്സരിച്ച് തീറ്റ തിന്നാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മത്സരിച്ച് ഇടിച്ച് കയറുകയാണ്. നമ്മൾ തീറ്റ ഇട്ട് കൊടുക്കുമ്പം കാണുന്ന കാഴ്ചകളാണ് ഈ കാണുന്നത്. ഇതുകൂടെ നമ്മൾ കൈ സൈഡിലേക്ക് വെച്ചാലും വന്ന് നമ്മുടെ കയ്യിൽ കൊത്താനായിട്ട് മീനുകൾ മുഴുവൻ വരും. അതുങ്ങളുടെ വിചാരം തീറ്റയുണ്ട്, നമ്മളിങ്ങനെ കയ്യിൽ തീറ്റ വെച്ചിരിക്കുക എന്നുള്ള. നമ്മൾ കൊട്ടവഞ്ചിയിൽ ഒരു പാത്രത്തിൽ ഇതിങ്ങൾക്ക് കിട്ടാനുള്ള തീറ്റയും കൂടിയാണ് നമുക്ക് അവർ തരുന്നത്. 6-7 പേരാണ് മാക്സിമം ഒരു കൊട്ടവഞ്ചിയിൽ പിന്നെ യാത്ര ചെയ്യുന്നത്. അതിന് മുമ്പേ കൊട്ടവഞ്ചി കയറുന്നതിന് മുമ്പേ നമുക്ക് ധരിക്കാനുള്ള ഒരു ഈ ലൈഫ് ജാക്കറ്റ് പോലത്തെ ഒരു സാധനം അവർ തരും. അത് ധരിച്ചിട്ട് വേണം നമ്മൾ കയറാൻ വേണ്ടി. അതെല്ലാം സൂപ്പർവൈസ് ചെയ്യാനും നമ്മുടെ എണ്ണ എടുക്കാനൊക്കെ ആയിട്ട് അവിടെ ആളുണ്ട്. ഒരു ലേഡിയാണ് അവിടെ ഇതിനൊക്കെ സൂപ്പർവൈസ് ചെയ്യുന്നത്. ഈ കൊട്ടവഞ്ചി തുഴയുന്നവർ ജാർഖണ്ഡിൽ നിന്നുള്ള ആൾക്കാരാണ്. നമ്മളെ ഞാനിപ്പം കൈ ഇങ്ങനെ സൈഡിലേക്ക് താഴെ വെള്ളത്തിലേക്ക് മുട്ടിക്കുവാണ്. അവിടെ എല്ലാം ഉണ്ടല്ലേ, വെള്ളം ഒന്ന് നമ്മളെ ഇടിച്ച് മറിഞ്ഞു പോകുന്ന രീതിയിലാണ് മീനുകൾ കയറി വരുന്നത്. അവര് മീനെ പിടിക്കരുതെന്ന് എഴുതി വെച്ചെങ്കിലും നമുക്ക് ആ ഒരു പിടിക്കാനുള്ള ടെൻഡൻസി വരും. നല്ല ഇതിങ്ങനെ ഇടിച്ച് നമ്മുടെ കയ്യിൽ മുട്ടി ഇടിച്ച് കയറി വരുവാണ് എല്ലാം കൂടി മത്സരിച്ച്. ഞാൻ ഒരെണ്ണത്തിനെ പിടിച്ച് പൊക്കി താഴോട്ടിട്ടു. നമുക്ക് കിട്ടത്തില്ല, നമ്മുടെ കൈ പിടിച്ച് പൊക്കി വരുമ്പോഴേ തെന്നിപ്പോകും. നല്ല വെയിറ്റ് ഉണ്ട്. പിന്നെ നല്ല ഊരാണ്. പിടിച്ചു കഴിയുമ്പോഴത്തേനും കിടന്ന് നമ്മളെ ഇങ്ങനെ ഉതറിച്ച് പോകുന്ന ഒരു ഇതാണ് കാണുന്നത്. ഇവിടുത്തെ കുട്ടവഞ്ചി യാത്രയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അത് ഞാൻ ആ മീനെ പിടിച്ച് പിടിച്ച് പൊക്കി വന്നപ്പോൾ താഴോട്ട് വിട്ടു എന്ന് പറയുന്നത്. ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ മീനുകളുടെ ഇത്രയും ഈ കാർപ്പിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇതിൻ്റെ എല്ലാം കൂടെ ഈ പ്രസൻസാണ്. അത് പല വർണ്ണങ്ങളിലുള്ള പല സൈസിലുള്ള മീനുകളാണ്. നമ്മുടെ കൊട്ടവഞ്ചിയിലിരുന്ന് പിള്ളേർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ബഹളമാണ്. അവര് ഈ മീനിൻ്റെ തീറ്റ എറിഞ്ഞും അത് ഒരുത്തന്നെ എറിയുന്ന മറ്റവന് കിട്ടുന്നില്ല. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളാണ്.
അതിനകത്ത് കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയരുത് കേട്ടോ, മര്യാദയ്ക്ക് ഇരിക്കണേ. പിള്ളേർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ട് ഓരോ പരിപാടികളാണ്. നിങ്ങൾ നമ്മുടെ ചാനൽ ബെനീസ് വ്ലോഗ്സ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനലിനൊരു വളർച്ച കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഹെൽപ്പ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ പിന്നെ കൊട്ടവഞ്ചിയിൽ ഇരുന്നു കൊണ്ടുള്ള എടുക്കുന്ന മീനുകളുടെ വീഡിയോ ആണ്. നമ്മൾ കുറച്ച് മുമ്പേ കണ്ടു, അങ്ങ് അകലെ സ്റ്റാർട്ടിംഗ് പോയിൻ്റാണ്. അവിടെ സ്റ്റാർട്ടിംഗ് പോയിന്റിലാണ് നമ്മൾ ഇവിടെ ഇതിനകത്തുനിന്ന് കണ്ടത്. ഇങ്ങനെ ഈ ഒരു പിന്നെ വലിയ കരിങ്കല്ല് പിന്നെ മടയാണ്. അതിൻ്റെ ആ ഒരു സൈഡിൽ നിന്ന് തുടങ്ങി ചുറ്റും കറങ്ങി തിരിച്ച് കൊണ്ട് അവർ തിരിച്ച് വയ്ക്കുന്നു. കുറേ സമയം ഉണ്ടത്. അവസാനം നമ്മൾ ഈ പിന്നെ എൻഡ് എന്ന് വെച്ചാൽ സ്റ്റാർട്ടിംഗ് പോയിന്റിലാണല്ലോ എൻഡ് ചെയ്യുന്നത്. ആ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് വരുമ്പോഴത്തേനും ഈ കൊട്ടവഞ്ചിനെ അവരൊന്ന് കൺട്രോൾ ചെയ്യുന്നത് അവിടെ ഒരു വട്ടക്കറക്കിച്ചുണ്ട്. ഒരു 3 തവണ ഈ റൗണ്ട് നല്ല സ്പീഡിൽ കറക്കിയിട്ടാണ് ഇവനെ സ്ലോ ആക്കി പതിയെ അതിൻ്റെ ആ ഒരു ഇതിലേക്ക് അടുപ്പിക്കുന്നത്. ഇത് കൊട്ടവഞ്ചി എന്ന് പറഞ്ഞാൽ വലിയ കൊട്ടവഞ്ചിയാണ്. അതോട് നമുക്ക് ഇങ്ങനെ ഓൾമോസ്റ്റ് ഒരു കിടക്കുന്ന പോലെ പോകാൻ പറ്റി. പിന്നെ കൂടെ ഉള്ളവരൊക്കെ പിള്ളേരായിരുന്നു. അതെ, മുകളിൽ നിന്ന് ഇങ്ങനെ മിസ്റ്റ് വിടുന്നുണ്ട്. ഇതിന് കുറുകെ ഒരു ലൈൻ ഉണ്ട്. ആ ലൈനിൽ നിന്നാണ് ഇങ്ങനെ മിസ്റ്റ് താഴോട്ട് വരുന്നത്. കൊച്ചിനെ പിടിയിടാ, മറിഞ്ഞു പോകരുത്. അതെ, സെക്യൂരിറ്റിലെ ക്ലീനറാണ് അവൻ. അവൻ്റെ കൊച്ചിനെ കൂടിയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം ആ കൊച്ചിന് ജാക്കറ്റ് ഒന്നും ഇട്ടിട്ടില്ല. അവൻ ആ കയ്യെ പിടിച്ചിട്ടുണ്ട്. പക്ഷെ അത് ചിലപ്പോൾ ഒരു ജർക്കിങ് വല്ലതും ഉണ്ടായാൽ മറിഞ്ഞു പോകരുതെന്ന് പറഞ്ഞാണ് അവനെ അവിടെ സൂക്ഷിക്കണമെന്ന് നമ്മൾ പറഞ്ഞത്. വേറൊരു കൊട്ടവഞ്ചിക്കാർ അവിടുന്ന് യാത്ര തുടങ്ങിയിട്ടുണ്ട്. അവിടെയും ഇതുപോലെ നിറയെ മീനുകളുണ്ട്. നമ്മൾ യാത്ര അവസാനിപ്പിച്ച് അവിടെ നിന്ന് ഇറങ്ങി നമ്മളവിടുത്തെ കുറേ ചെടികളൊക്കെ കൊടംപുള്ളിയാന്ന് തോന്നുന്നു അല്ലേ, കാണുവാണ്. ഇതതിൻ്റെ നമ്മുടെ ആ ഫുഡ് കോർട്ടിൻ്റെ ആ ഒരു ഹോളിൻ്റെ സൈഡ് വഴിയുള്ള ഇതിൻ്റെ റൈറ്റ് സൈഡിലാണ് ആ വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നത്. ഇപ്പോൾ നമ്മൾ സൈഡ് വഴി ഇങ്ങനെ ആ വെള്ളച്ചാട്ടത്തിൽ വെള്ളം താഴെ വന്നിട്ട് ആ സൈഡ് വഴി അവരൊരു ചെറിയ ഇതുണ്ടല്ലോ, ഒരു ചെറിയൊരു ഇതുപോലെ ചുറ്റിലെല്ലാം ഈ വലിയ ഉരുളൻ കല്ലുകളൊക്കെ വെച്ച് അതിനകത്ത് താറാവുകളും ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ അതുവഴി ഓടി അങ്ങേ സൈഡ് വഴി താഴെ പിന്നെ ഇതിനകത്തേക്ക് തന്നെ പോവാണ്. ഇവിടെ പിള്ളേർക്ക് കളിക്കാൻ വേണ്ടി ഊഞ്ഞാലുണ്ട്. ഇവിടെ അതിനകത്ത് 3 പിള്ളേർക്ക് ഒരേ സമയത്ത് ഇവരിവിടെ പാട്ട് വയ്ക്കും. എന്നിട്ട് അവിടെ ഡാൻസ് ചെയ്യാവുന്ന
ഒരു ചെറിയ പാലത്തിൻ്റെയൊക്കെ മിനിയേച്ചർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുവഴിയാണ് നമ്മൾ അപ്പുറത്തേക്ക് പോകുന്നത്. അല്ല, നമുക്ക് കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്യാനുള്ള നല്ലൊരു ലൊക്കേഷനായിട്ടാണ് നമുക്കിത് അനുഭവപ്പെട്ടത്. അതെല്ലാം സെക്കൻഡ് മിസ്റ്റ് റിസോർട്ട് തരുന്ന ഈ ഒരു നമ്മുടെ കോംപ്ലിമെൻ്ററി ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റും ഇവിടുത്തെ ഫുഡും വളരെ നല്ല ഫുഡായിരുന്നു. കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റും അതുപോലെ തന്നെ ഇവിടുത്തെ ഈ ഒരു കൊട്ടവഞ്ചി യാത്രയും നമുക്ക് വളരെ നമുക്ക് നന്നായിട്ട് നമുക്കത് എൻജോയ് ചെയ്യാൻ പറ്റി. പിന്നെ ഞങ്ങൾ ഇവിടുത്തെ ഫുഡായിരുന്നു ഉച്ചയ്ക്ക് ഓർഡർ ചെയ്തിരുന്നത്. പക്ഷേ ഉള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ സാധാരണ ഊണും മീനും ഒക്കെ പറഞ്ഞവർക്ക് ഇവിടുത്തെ നമ്മളൊരു പ്രോബ്ലം കണ്ടത്, മീൻ നമ്മൾ പിന്നെ അവർ സൈസ് അനുസരിച്ച് വിലയെന്ന് പറഞ്ഞു. നമ്മൾ ഓർഡർ ചെയ്തു, പക്ഷേ ഒരു 3-4 പേർക്ക് കഴിക്കാവുന്ന ഒരു പൊള്ളിച്ച മീനാണ് കൊണ്ടുവന്നത്. പക്ഷേ അതുകൊണ്ട് നമുക്ക് അതിൻ്റെ സൈസ് അറിയാമല്ലഞ്ഞുകൊണ്ട് പിന്നെ അല്ലെങ്കിൽ നമുക്കൊരു 3-4 പേർക്ക് കൂടി ഒരു മീൻ വാങ്ങിച്ചാൽ മതി. അത്രയ്ക്കും ഒരു മുഴ വലിപ്പമുള്ള മീനാണ്. അങ്ങനെയുള്ളൊരു പ്രശ്നം പറ്റി. അത് നമ്മൾ അങ്ങനെയുള്ള കാര്യം മാത്രം ഒരു ക്ലാരിറ്റി നമ്മൾ ഓർഡർ ചെയ്യുമ്പം തന്നെ കിട്ടണം. അതേ ഉള്ളൂ നമ്മളിവിടുത്തെ കണ്ട് നല്ല ക്വാളിറ്റി ഉള്ള ഫുഡാണ്. ഈ യാത്ര നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഈ പിന്നെ മീനുകളുള്ളൊരു കുട്ടവഞ്ചി യാത്ര നടത്തുന്ന ഒരു സ്ഥലം കാണുന്നത്. ഇങ്ങനെ ഇവിടെ നമ്മളവിടെ കയറി വരുന്ന സ്ഥലത്ത്, വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് വരുന്ന സ്ഥലത്ത് ഇതുപോലെയൊക്കെയുള്ള പരിപാടികളൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മൾ തലേദിവസം വൈകിട്ട് വന്നപ്പം എടുത്ത വീഡിയോസാണ്. നമ്മുടെ ഈ വാഗമണിലെ വേറിട്ട കാഴ്ചകൾ 3 പിന്നെ എപ്പിസോഡായിട്ടാണ്. ഇത് 2ാമത്തെയാണ്. അടുത്ത എപ്പിസോഡ് നമ്മളിവിടുത്തെ ഓഫ് റോഡ് ജീപ്പ് ജേർണിയാണ്. അതിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.